ആ, നീ ഇവിടെ ഇരിക്കുമായിരുന്നു. അല്ല ഞാൻ പിന്നെ എവിടെ പോവാനാ? എടി ഞാനേ ഒരു പുതിയ കഥ എഴുതിയിട്ടുണ്ട്. അത് ഷോർട്ട് ഫിലിം ആക്കിയാൽ കൊള്ളാവുന്നൊരാഗ്രഹം. നിന്റെ കാശ് വല്ലതും ഉണ്ടോ? അല്ല, നിന്റെ കാശില്ലെന്ന് എനിക്കറിയാം. നിനക്ക് അയൽക്കൂട്ടത്തിൽ നിന്നോ സൊസൈറ്റിയിൽ നിന്നോ കാണും ഒരു 10-25,000 രൂപ കടം എടുക്കുവാണെന്ന് ഉടനെ ഞാനങ്ങ് തിരിച്ചു തരാം. നിർത്തി, കടമെടുപ്പ് നിർത്തി. ഏതെങ്കിലും പൈസ നിങ്ങൾ തിരിച്ചു തന്നിട്ടുണ്ടോ? ഒരു കലയായിട്ട് നടക്കുന്ന പാട്ടും കൂത്തുമായിട്ട്. ഇപ്രാവശ്യം അങ്ങനെ അല്ലടി, ഉറപ്പായിട്ടും തിരിച്ചു തരാം. വയ്യ, എനിക്ക് ഇനി ആരോടും കടം മേടിക്കാൻ വയ്യ. ഒത്തിരി പേര് കൂടെ നടക്കാനുണ്ടായിരുന്നല്ലോ, അവരോട് പോയി ചോദിക്കും. അത് പിന്നെ കൂടെ നിന്ന് പലരും മാറി നിന്നിപ്പോ കുറ്റം പറയില്ലേ. ഇനിയെങ്കിലും പഠിക്ക്. ഇവിടെ കഞ്ഞി വെക്കാനുള്ള പൈസ ഞാൻ തന്നിട്ടുള്ളത്. ഇനിയും വയ്യ, മടുത്ത്. നാളെ വിഷുവാ. ഇവിടെ 1 മണി അരി പോലും ഇല്ല പിള്ളേർക്ക് നാളെ കഞ്ഞി വെച്ച് കൊടുക്കാൻ. ഒരു കാര്യം ചെയ്യും, ഇവിടെ കുറെ കഥയും കവിതയൊക്കെ പാട്ടും ഒക്കെ ഇരിപ്പില്ലേ, കൊണ്ട് തൂക്കി വിൽക്കും, ഇല്ലേ കത്തിച്ച് കളയും. ഒരു കലയുണ്ടാക്കാൻ നടക്കുന്നു. കുഞ്ഞേതാ? ഒന്നുമില്ല മോനെ. അങ്കിളിന്റെ കയ്യിൽ ഒന്നുമില്ലടാ. മോനെ, മോനെ ഏതാ? ഇവിടെ കുറെ കഥയും കവിതയൊക്കെ പാട്ടും ഒക്കെ ഇരിപ്പില്ലേ, കൊണ്ട് തൂക്കി വിൽക്കും, ഇല്ലേ കത്തിച്ച് കളയും. ഹലോ. ഹലോ, മിസ്റ്റർ ജീമൻ എംബ്രഹാം. അതെ. നിങ്ങളോടൊരു സർപ്രൈസ് ന്യൂസ് പറയാൻ വിളിച്ചതാ. ആ, പറഞ്ഞാട്ടെ. നിങ്ങൾ എഴുതിയ പാട്ട് നമ്മുടെ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെയോ? ഇതൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതിയാണ് നമ്മളിത് പറയാതിരുന്നത്. 17-ാം തീയതിയാണ് ഡാർക്ക് ട്രാക്കിംഗ് തിയേറ്ററുകളിൽ എത്തുന്നത്. നാളെ വിഷുവല്ലേ, നിങ്ങൾ രാവിലെ വീട്ടിൽ കാണുമല്ലോ? കാണും സാർ. നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ നാളെ നിങ്ങളെ ഒന്ന് ആണോ? പാട്ട് എഴുതിയതിന് നല്ലൊരു തുകയും ഒരാദരവും ഞങ്ങൾ നൽകും. അതെയോ? സന്തോഷമായില്ലേ? ഒരു സന്തോഷം സാർ. അപ്പൊ നാളെ രാവിലെ കാണാം. ഓക്കെ, ബൈ സാർ. എന്റെ ദൈവമേ, എന്റെ കൃഷ്ണ.